സന്ധ്യയായാലും വീട്ടിൽ കയറാതെ പറമ്പിലും തൊടിയിലും കറങ്ങി നടക്കണ കുരുത്തം കെട്ട പിള്ളേരെ വീട്ടിൽ കയറ്റാനും അത്താഴം കഴിപ്പിക്കാനും ഉമ്മൂമ്മ ചെയ്തിരുന്ന ഒരു സൂത്രപ്പണിയാണിത്. നല്ല നറുനെയ്യിൽ ഉള്ളി മൂപ്പിച്ച് ചോറുണ്ടാക്കും. അതിൻ്റെ മണമങ്ങ് തെക്കേപ്പാടം വരെ എത്തും. സന്ധ്യ മയങ്ങിയിട്ടും വീട്ടിൽ കയറാതെ കറങ്ങി നടന്ന കുട്ടികൾ ചടേന്ന് അടുക്കളപ്പുറത്തെത്തും. ഉള്ളി മൂപ്പിച്ച ചോറ് വേണേല് കയ്യും കാലും കഴുകി കയറി ഇരുന്നോളീന്ന് ഉമ്മൂമ്മ. കേക്കേണ്ട താമസം. എല്ലാവരും കൂടി വൃത്തിയായി വന്ന് നിരന്നങ്ങിയിരിക്കും. ചൂടായ ചട്ടിയിലേക്ക് നറു നെയ്യൊഴിച്ച് വട്ടത്തിലരിഞ്ഞ കൊച്ചുള്ളിയും നീളത്തിലരിഞ്ഞ വെളുത്തുള്ളിയും ഇച്ചിരി കരിവേപ്പിലയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിക്കണം. മൂത്ത് വരുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ചോറും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചോറും ഒക്കെ കൂടി ചേർന്ന് നല്ലൊരു മണം അങ്ങ് പരന്നു തുടങ്ങും. ആ സമയത്ത് ഒരു നുള്ളു ഉപ്പും കൂടി അങ്ങ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. കൂട്ടിന് ഒരു കൂട്ടാനില്ലെങ്കിലും കഴിക്കാൻ പറ്റിയൊരു ചോറാണിത്. എന്നാലും ആർഭാടത്തിന് സൈഡിലായിട്ട് ഒരു ഓംപ്ലേറ്റും ഇച്ചിരി അച്ചാറും കൂടിയാവാം. 2 മുട്ടയെടുത്ത് കൊച്ചുള്ളിയും പച്ചമുളകും നന്നായി അരിഞ്ഞു ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് കലക്കി യോജിപ്പിച്ച് ചൂടായ ചട്ടിയിലേക്ക് ഒഴിച്ച് നല്ലൊരു ഓംപ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ അടുക്കള മൂലയിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു നുള്ള അച്ചാറും കൂടി സൈഡിൽ വെച്ചാൽ കേമായി. ഇങ്ങനൊരു ഉള്ളിച്ചോറിൻ്റെ ഓർമ്മകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും.